നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ വേഗതയേറിയ 200 കോടി സിനിമ ഏതാണെന്ന് പരിശോധിക്കാൻ നമുക്ക് അതിനു മുമ്പ് ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നമുക്കറിയാം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കയ്യിലുണ്ടാവുന്ന സിനിമകൾ മാത്രമാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആ ഒരു സിനിമകൾ എത്ര ദിവസം കൊണ്ടാണ് സിനിമയുടെ ഫൈനൽ ഗ്രോസ് എത്രയായിരുന്നു ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നമുക്ക് ആദ്യ സിനിമ നമ്മുടെ 6ാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ മഞ്ഞുവെയിൽ ബോയ്സ്. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യ 200 കോടി സിനിമ എന്ന് വേണേൽ പറയാൻ സാധിക്കും. സിനിമയുടെ കളക്ഷൻ അല്ല നമുക്ക് നോക്കാനും നമ്മുടെ സിനിമ എത്ര ദിവസം കൊണ്ടാണ് നോക്കേണ്ടത്. സിനിമ ടീം നോക്കുവാണെങ്കിൽ നമ്മുടെ ചിദംബരമാണ് സിനിമയുടെ റൈറ്ററും ഡയറക്ടറും കാണാൻ സാധിക്കും. മ്യൂസിക് നമ്മുടെ സുഷിൻ ശ്യാമാണ്. സൗബിൻ ഷെഹിർ, ബാബു ഷെഹിർ, സവൻ ആന്റണി എന്നിവരൊക്കെയാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കാണാൻ സാധിച്ചത്. സിനിമ വേൾഡ് വൈഡ് അപ്രോക്സ് ആയിട്ട് 240 കോടിനടുത്താണ് ഗ്രോസ് ആയിട്ട് കളക്ഷൻ നേടിയെടുത്തത്. എന്തായാലും പടം നിലവില് 27 ദിവസം കൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ആദ്യ 200 കോടി ക്ലബ് യാഥാർത്ഥ്യമാക്കിയത്. മറ്റൊരു സിനിമ 5ാം സ്ഥാനം നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം തുടരും എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ലാലേട്ടന്റെ മാരക കംബാക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം. നമ്മുടെ ഡയറക്ടറും നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ തരുൺ മൂർത്തിയാണ് സിനിമയുടെ ഡയറക്ടർ. അതുപോലെ തന്നെ റൈറ്റർ KR സുനിലും തരുൺ മൂർത്തിയുമാണ്. പ്രൊഡ്യൂസർ നമ്മുടെ M രഞ്ജിത്ത് ആണ്. മ്യൂസിക്കും ബീജിയും ഒക്കെ നമ്മുടെ ജേക്സ് വിജയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് സിനിമ വേൾഡ് വൈഡ് 237 കോടിയാണ് നേടിയെടുത്തത്. സിനിമ ഓൾമോസ്റ്റ് 17 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം തുടരും എന്ന് പറഞ്ഞ സിനിമ. 4ാം സ്ഥാനം ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ വാഴ സിനിമയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. സിനിമ ഓൾമോസ്റ്റ് 17 ദിവസം കൊണ്ട് തന്നെയാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. നമ്മുടെ സവിൻ SC ആണ് സിനിമയുടെ സംവിധായകൻ. അതുപോലെ തന്നെ റൈറ്ററും തിരക്കഥാകൃത്തും നമ്മുടെ രണ്ടും തന്നെയാണ് വിപിൻ ദാസ് ആണ്. മ്യൂസിക് സൂപ്പർവൈസർ നമ്മുടെ അൻകിത് മേനോൻ ആണ്. പടം ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമേന്റെ വേൾഡ് വൈഡ് ഫൈനലാണ് തകർത്തത്. ഓൾമോസ്റ്റ് 238 കോടിയാണ് സിനിമേന്റെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിച്ചത്. സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട് സിനിമയ്ക്ക് മാരകമായ ഒരു കളക്ഷൻ തന്നെയാണ്. 250 കോടിയുടെ അടുത്ത് വരും അപ്രോക്സ് ആയിട്ട് ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട്. 3ാം സ്ഥാനം നമ്മുടെ ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ഡൊമിനിക് അരുണാണ് സിനിമ സംവിധാനം ചെയ്തത്. ദുൽഖർ സൽമാന്റെ വെൽഫെയർ ഫിലിംസ് ആണ് സിനിമ നിർമ്മിച്ചത്. നമ്മുടെ ജേക്സ് വിജയ് ആണ് സിനിമയിലെ മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കല്യാണി പ്രിയദർശൻ, അതുപോലെ തന്നെ നമ്മുടെ നെസ്ലിൻ, അതുപോലെ തന്നെ നമ്മുടെ ചന്തു, അതുപോലെ തന്നെ നമ്മുടെ സൗബിൻ ഷെഹിർ, പിന്നെ ഒരുപാട് കേമിയോ റോൾസ്. നല്ലൊരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 305 കോടിയാണ്. 300 കോടി വേഗതയേറിയ 300 കോടി സിനിമേന്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ആകെ ഒറ്റൊരു സിനിമയുള്ളൂ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. ഉടൻ തന്നെ ഒരുപാട് സിനിമകൾ വരട്ടെ ഫ്യൂച്ചറിൽ. എന്തായാലും നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് 13 ദിവസമാണ് എടുത്തത്. 13 ദിവസമാണ് എടുത്തത് സിനിമ 200 കോടി ക്ലബിൽ ഇടം പിടിക്കാനായിട്ട്. 2ാം സ്ഥാനം ഈ വർഷം പുറത്തിറങ്ങിയ ലാലേട്ടൻ ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങിയ നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ തേർഡ് പാർട്ട് തന്നെയാണ്. ജിത്തു ജോസഫ് സംവിധാനവും തിരക്കഥയും ചെയ്ത നമ്മുടെ ദൃശ്യം എന്ന സിനിമ നിർമ്മിച്ചത് നമ്മുടെ ആശീർവാദ് സിനിമാസ് ആണ്. മ്യൂസിക് നമ്മുടെ അനിൽ ജോൺസൺ ആണ്. കാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ മീന, അൻസിബ ഹസൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പൊ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ അല്ല, നിലവിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ നമ്പേഴ്സ് ആയിട്ടില്ല. എന്നാലും നിലവിൽ സിനിമയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 200 കോടിന് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 9 ദിവസം കൊണ്ടാണ് സിനിമയ്ക്ക് 200 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. ഒഫീഷ്യൽ നമ്പേഴ്സ് 7 ദിവസമാണ്. പക്ഷേ ട്രാക്കേഴ്സിന്റെ കളക്ഷൻ പ്രകാരം സിനിമ 9 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. 1ാം സ്ഥാനം നമ്മുടെ സ്വന്തം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. ആ ഒരു സിനിമ നമ്പേഴ്സ് തകർക്കാനായിട്ട് ഇതുവരെയായിട്ടും ഒരു സിനിമ വന്നിട്ടില്ല നിലവില്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ് സിനിമയുടെ ഡയറക്ടർ. മുരളി ഗോപിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. മ്യൂസിക്കും ബീജിയും ഒക്കെ നമ്മുടെ ദീപക് ദേവ് ആണ്. നമ്മുടെ ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻ ഹൗസും ഗോകുലം മൂവീസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. 3 പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ. എന്തായാലും പടം ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് 263 സംതിങ് ആണ് ഫൈനൽ ഗ്രോസ് കാണാൻ സാധിച്ചത്. ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ സിനിമയ്ക്ക് 300 കോടിനടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ ഓൾമോസ്റ്റ് 5 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വേഗതയേറിയ 200 കോടി സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. എന്തായാലും ആ റെക്കോർഡും ഒരു ദിവസം തകരുന്നതാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ ഒരു ദിവസത്തിനായിട്ട്. എന്തായാലും മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ നിലവിലെ ചെറിയൊരു ഇൻഡസ്ട്രി അല്ല, നല്ലൊരു പൊട്ടൻഷ്യലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലെ കഴിഞ്ഞ 2 വർഷത്തിനിടയിലായിട്ട്. എന്നാലും അതിനിടയിൽ വളരെ മോശമായ സിനിമകൾ കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്നേ ചെയ്യും നമുക്ക് നമ്മുടെ
കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സ് ചെയ്യപ്പെടുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിരിപ് ചാനൽ.